അസ്സലാമു അലൈക്കും. ബിസ്മില്ല. അസ്സലാത്തു വസ്സലാമു അല അഷ്റഫിൽ മുർസലീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മായീൻ. അമ്മാബാദ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 5 ഫിഖ്ഹുൽ ഇസ്ലാം ഫസ്റ്റ് പാർട്ട്, അതിലെ 4ാമത്തെ പാഠവും അതിൻ്റെ തദ്രീബാത്തുമാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ അറിയിക്കുക. നമുക്ക് ആ പാഠം ഒന്ന് നോക്കാം. അദ്ദറസു റാബിയ, 4ാമത്തെ പാഠം. സൊയീദൻ ത്വയ്യിബ. അപ്പൊ ഈ പാഠത്തിൽ എന്താണ് പഠിക്കുന്നത് അത് നമുക്കൊന്ന് നോക്കാം. ലുഹറിന്റെ അദാൻ മുഴങ്ങി. സൈനബ, വെള്ളവും മണ്ണും എടുത്തു തരൂ. അഹ്മദ് സഹോദരിയെ വിളിച്ചു. കാലിന് പരിക്കേറ്റ് ബാൻഡേജ് ഇട്ട് കിടക്കുകയാണ് അഹ്മദ്. സൈനബ് വെള്ളവും മണ്ണുമായി സഹോദരനെ സഹായിക്കാനെത്തി. സൈനബ് വെള്ളം ഒഴിച്ചു കൊടുത്തു. അഹ്മദ് വുളൂ എടുത്തു. ചെവി തടവി കഴിഞ്ഞപ്പോൾ പൊടിമണ്ണെടുത്തു. ഫർള് നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി തയമ്മും ചെയ്യുന്നു എന്ന് നിയ്യത്ത് ചെയ്തു. 2 കൈകളും മണ്ണിൽ അടിച്ചു. മുഖം തടവി. വീണ്ടും മണ്ണിലടിച്ചു. ആദ്യം വലതു കൈയും പിന്നെ ഇടതു കൈയും തടവി. തുടർന്ന് കാലിൽ മുറിവില്ലാത്ത ഭാഗം കഴുകുകയും ബാൻഡേജിന് മുകളിൽ മുഴുവനായി വെള്ളം കൊണ്ട് തടവുകയും ചെയ്തു. ശേഷം വുളൂഇന്റെ പ്രാർത്ഥന നടത്തി. എനിക്ക് തയമ്മും ചെയ്യാൻ പറ്റുമോ? സൈനബ് ചോദിച്ചു. അഹ്മദ്, നിനക്കും തയമ്മും ചെയ്യാം, പക്ഷേ അതിന് ചില കാരണങ്ങളും നിബന്ധനകളും ഉണ്ട്. വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത സമയത്ത് മാത്രമേ തയമ്മും ചെയ്യാവൂ. ഇനി നമ്മൾ തയമ്മുമിന്റെ ഷർത്തുകളാണ് നോക്കുന്നത്. നോക്കൂ. നിസ്കാരത്തിന്റെ സമയമാവുക. ശുദ്ധമായ പൊടിമണ്ണ് കൊണ്ടാവുക. തയമ്മുമിന് മുമ്പ് ശരീരത്തിലെ നജസ് നീക്കുക. വെള്ളം ഉപയോഗിക്കാൻ കഴിയാതിരിക്കുക. ആദ്യം മുഖം തടവാനും പിന്നീട് 2 കൈകൾ തടവാനുമായി 2 തവണ മണ്ണ് അടിച്ചെടുക്കുക തുടങ്ങിയവ തയമ്മുമിന്റെ ഷർത്തുകളാണ്. സൈനബ്, എപ്പോഴാണ് വെള്ളം ഉപയോഗിക്കാൻ കഴിയാതിരിക്കുക? അഹ്മദ്, വെള്ളം ഇല്ലാത്തത് കൊണ്ടോ രോഗം കാരണമോ വെള്ളം ഉപയോഗിക്കാൻ കഴിയാതിരിക്കാം. ഇനി നോക്കൂ. തയമ്മുമിന് 5 ഫർളുകളുണ്ട്. ആദ്യം നമ്മൾ തയമ്മുമിന്റെ ഷർത്തുകൾ പഠിച്ചു. ഷർത്തുകളും ഫർളുകളും നിങ്ങൾ മാറിപ്പോവാതെ പഠിക്കുക. നോക്കൂ. ഫർളുകൾ: 1. മണ്ണ് അടിച്ചെടുക്കുക. 2. മണ്ണ് അടിച്ചെടുക്കുമ്പോൾ ഫർളായ നിസ്കാരത്തെ ഹലാലാക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യുക. ഈ നിയ്യത്ത് മുഖം തടവുന്നതുവരെ മനസ്സിലുണ്ടായിരിക്കേണ്ടതാണ്. 3. മുഖം തടവുക. 4. 2 കൈകൾ തടവുക. 5. ക്രമപ്രകാരം ചെയ്യുക. സൈനബ്, തയമ്മുമിനോടൊപ്പം വുളൂ കൂടി ചെയ്യേണ്ടതുണ്ടോ? അഹ്മദ്, വെള്ളമുണ്ടായിട്ടും മുറിവോ ബാൻഡേജോ ഉണ്ടായതിനാൽ വെള്ളം ഉപയോഗിക്കാൻ സാധിക്കാതിരുന്നാൽ അവയ്ക്കു വേണ്ടി തയമ്മും ചെയ്യലും ബാക്കിയുള്ള ഭാഗങ്ങൾ കഴുകലും നിർബന്ധമാണ്. സൈനബ്, എപ്പോഴാണ് തയമ്മും ചെയ്യേണ്ടത്? അഹ്മദ്, മുറിവുള്ള അവയവം കഴുകേണ്ട സമയത്താണ് തയമ്മും ചെയ്യേണ്ടത്. ഈ മണ്ണെടുത്തു വെക്കൂ. അസർ നിസ്കാരത്തിന് തയമ്മും ചെയ്യാനുള്ളതാണ്. സൈനബ്, അസർ നിസ്കാരത്തിന് ലുഹറിന്റെ തയമ്മും മതിയാവില്ലേ? മതിയാവില്ല. ഒരു തയമ്മും കൊണ്ട് ഒരു ഫർള് മാത്രമേ നിസ്കരിക്കാവൂ. എന്നാൽ സുന്നത്തും സ്വലാത്തുൽ ജനാസയും 1 കൂടുതൽ നിസ്കരിക്കാം. വലിയ അശുദ്ധിക്കാരനും തയമ്മും ചെയ്യാൻ പറ്റുമോ? പറ്റും. വെള്ളം ഉപയോഗിക്കാൻ കഴിയില്ലെങ്കിൽ വലിയ അശുദ്ധിക്കാരൻ തയമ്മും ചെയ്താൽ മതി. അഹ്മദ് നിസ്കാരം ആരംഭിച്ചു. അപ്പൊ ഈ പാഠത്തിൽ നമ്മൾ തയമ്മുമിനെ കുറിച്ചാണ് പഠിച്ചത്. തയമ്മുമിന്റെ ഷർത്തുകൾ, ഫർളുകൾ, മുറിവുള്ളവൻ എങ്ങനെയാണ് തയമ്മും ചെയ്യേണ്ടത്, നമ്മൾ ഏത് സമയത്താണ് നമ്മൾ തയമ്മും ചെയ്യേണ്ടത്, തയമ്മും എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതൊക്കെ ഈ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ നന്നായി പാഠം വായിച്ച് മനസ്സിലാക്കുക. ഇനി നോക്കൂ. ഈ പാഠത്തിന്റെ അവസാനത്തിൽ നമുക്കൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. ജുഇലത്തിൽ അർളു മസ്ജിദൻ വതഹൂറ. അതിന്റെ അർത്ഥം നോക്കൂ. ഭൂമി എനിക്ക് മസ്ജിദും ശുദ്ധീകരണ വസ്തുവും ആക്കി തന്നിരിക്കുന്നു. അപ്പൊ അതൊക്കെ നിങ്ങൾ കാണാതെ പഠിക്കുക. ഇനി നമുക്ക് ഈ പാഠത്തിന്റെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തിലെ 1ാമത്തെ പ്രവർത്തനം നോക്കൂ. നുജീബ്, ഉത്തരം എഴുതാനുള്ളതാണ്. അതിലെ 1ാമത്തെ ചോദ്യം: തയമ്മുമിന്റെ ഫർളുകൾ ഏവാ? ഉത്തരം: 1. മണ്ണ് അടിച്ചെടുക്കുക. 2. മണ്ണ് അടിച്ചെടുക്കുമ്പോൾ ഫർളായ നിസ്കാരത്തെ ഹലാലാക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യുക. 3. മുഖം തടവുക. 4. 2 കൈകൾ തടവുക. 5. ക്രമപ്രകാരം ചെയ്യുക. 2ാമത്തെ ചോദ്യം നോക്കൂ. വുളൂഉം തയമ്മുമും കൂടി ചെയ്യേണ്ടത് ആര്? ഉത്തരം: വെള്ളമുണ്ടായിട്ടും മുറിവോ ബാൻഡേജോ ഉണ്ടായതിനാൽ വെള്ളം ഉപയോഗിക്കാൻ സാധിക്കാതിരുന്നാൽ അവർ അവയ്ക്കു വേണ്ടി തയമ്മും ചെയ്യലും
ബാക്കിയുള്ള ഭാഗങ്ങൾ കഴുകുകയും ചെയ്യേണ്ടതാണ്. മൂന്നാമത്തെ ചോദ്യം, വെള്ളം ഉപയോഗിക്കാൻ കഴിയാതിരിക്കും എങ്ങനെയെല്ലാം? ഉത്തരം, വെള്ളം ഇല്ലാത്തത് കൊണ്ടോ രോഗം കാരണമോ വെള്ളം ഉപയോഗിക്കാൻ കഴിയാതിരിക്കും. നാലാമത്തെ ചോദ്യം, തയമ്മും ചെയ്യുന്നവൻ എത്ര തവണ മണ്ണ് അടിച്ചെടുക്കണം? ഉത്തരം, ആദ്യം മുഖം തടവാനും പിന്നീട് കൈകൾ തടവാനുമായി 2 തവണ മണ്ണ് അടിച്ചെടുക്കണം. അഞ്ചാമത്തെ ചോദ്യം, തയമ്മുമിന്റെ നിയ്യത്ത് എഴുതുക. ഉത്തരം, ഫർള് നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി തയമ്മും ചെയ്യുന്നു. ആറാമത്തെ ചോദ്യം, വുളൂഇന്റെ അവയവങ്ങളിൽ മുറിവുള്ളവൻ എപ്പോഴാണ് തയമ്മും ചെയ്യേണ്ടത്? ഉത്തരം, മുറിവുള്ള അവയവം കഴുകേണ്ട സമയത്താണ് മുറിവുള്ളവൻ തയമ്മും ചെയ്യേണ്ടത്. ഏഴാമത്തെ ചോദ്യം, ഒരു തയമ്മും കൊണ്ട് എത്ര ഫർള് നിസ്കരിക്കാം? ഉത്തരം, ഒരു തയമ്മും കൊണ്ട് ഒരു ഫർള് മാത്രമേ നിസ്കരിക്കാവൂ. എട്ടാമത്തെ ചോദ്യം, ഒരു തയമ്മും കൊണ്ട് എത്ര റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാം? ഉത്തരം, 1-ൽ കൂടുതൽ. ഒമ്പതാമത്തെ ചോദ്യം, തയമ്മും ചെയ്യാനുള്ള മണ്ണ് എങ്ങനെയുള്ളതായിരിക്കണം? ഉത്തരം, ശുദ്ധമായ പൊടിമണ്ണ് ആയിരിക്കണം. ഇനി നോക്കൂ, തദ്രീബാത്തിലെ രണ്ടാമത്തെ പ്രവർത്തനം നംലഉൽ ഫറാ, വിട്ട ഭാഗം പൂരിപ്പിക്കാനുള്ളതാണ്. നോക്കൂ, 1. തയമ്മുമിൽ ആദ്യം മുഖവും പിന്നീട് ഡേഷും തടവണം. അവിടെ പൂരിപ്പിക്കേണ്ടത് 2 കൈകളും. തയമ്മുമിൽ ആദ്യം മുഖവും പിന്നീട് 2 കൈകളും തടവണം. 2. തയമ്മുമിന് മുമ്പ് ശരീരത്തിലെ ഡേഷ് നീക്കണം. അവിടെ പൂരിപ്പിക്കേണ്ടത് നജസ്. തയമ്മുമിന് മുമ്പ് ശരീരത്തിലെ നജസ് നീക്കണം. 3. വെള്ളം ഉപയോഗിക്കാൻ ഡേഷിന് മാത്രമേ തയമ്മും ചെയ്യൽ അനുവദനീയമാകൂ. അവിടെ പൂരിപ്പിക്കേണ്ടത് പറ്റാത്തവന്. വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്തവന് മാത്രമേ തയമ്മും ചെയ്യൽ അനുവദനീയമാവൂ. 4. തയമ്മുമിന് ഡേഷ് ഫർളുകളുണ്ട്. അവിടെ പൂരിപ്പിക്കേണ്ടത് 5. തയമ്മുമിന് 5 ഫർളുകളുണ്ട്. 5. മണ്ണ് അടിച്ചെടുക്കുമ്പോൾ ഡേഷ് എന്ന് നിയ്യത്ത് ചെയ്യുക. അവിടെ പൂരിപ്പിക്കേണ്ടത് ഫർളായ നിസ്കാരത്തെ ഹലാലാക്കുന്നു. മണ്ണ് അടിച്ചെടുക്കുമ്പോൾ ഫർളായ നിസ്കാരത്തെ ഹലാലാക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യുക. ഇനി നോക്കൂ, തദ്രീബാത്തിലെ മൂന്നാമത്തെ പ്രവർത്തനം നക്തുബ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് അതുപോലെ എടുത്തിട്ട് അപ്പുറത്തെ ബോക്സിൽ എഴുതാനുള്ളതാണ്. അത്തയമ്മും, അപ്പുറത്ത് നോക്കൂ, വെള്ളം. സഈദൻ ത്വയ്യിബ. അടുത്തത് ബാൻഡേജ്. അടുത്തത് അൽ വുളൂ. അടുത്തത് പ്രാർത്ഥന. അൽ ഉസ്ൽ. അടുത്തത് നിബന്ധന. അന്നജസ്. അടുത്തത് ഉപയോഗം. അശ്ശർത്ത്. അടുത്തത് 5. അൽ ഫർള്. അടുത്തത് പൊടിമണ്ണ്. അഹ്മദ്, ശുദ്ധമായ. സൈനബ്, അവയവങ്ങൾ. മസ്ജിദ്, കെഴുകൽ. തഹൂർ, ഭാഗങ്ങൾ. ഈ പാഠത്തിൽ പഠിച്ചിട്ടുള്ള വാക്കുകളാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. അത് അതുപോലെ എടുത്തിട്ട് നിങ്ങൾ അപ്പുറത്ത് കൊടുത്തിട്ടുള്ള ബോക്സുകളിൽ എഴുതാനുള്ളതാണ്. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. തദ്രീബാത്തിലെ നാലാമത്തെ പ്രവർത്തനം തഹ്സീസ്, അസൈൻമെന്റ് ചെയ്യാനുള്ളതാണ്. 1. തയമ്മും ചെയ്ത് കാണിക്കുക. അപ്പൊ ഇത് നിങ്ങൾ ക്ലാസ്സിൽ ചെയ്യേണ്ട വർക്കാണ്. അത് എങ്ങനെ ചെയ്യേണ്ടത് അതൊന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ നോക്കുന്നത് മുറിവുള്ളവന്റെ തയമ്മുമാണ്. നോക്കൂ, വുളൂ എടുത്തു തുടങ്ങുക. മുറിവുള്ള അവയവം എത്തുമ്പോൾ ഫർള് നിസ്കാരത്തെ ഹലാലാക്കാൻ ഞാൻ തയമ്മും ചെയ്യുന്നു എന്ന് നിയ്യത്ത് ചെയ്യുക. 2 കൈകൾ കൊണ്ട് മണ്ണ് അടിച്ചെടുക്കുക. ആദ്യം മുഖം തടവുക. പിന്നീട് വീണ്ടും 2 കൈകൾ കൊണ്ട് മണ്ണ് അടിച്ചെടുത്ത് ആദ്യം ഇടതു കൈ കൊണ്ട് വലതു കൈയും ശേഷം വലതു കൈ കൊണ്ട് ഇടതു കൈയും തടവുക. പിന്നെ മുറിവുള്ള അവയവത്തിൽ മുറിവില്ലാത്ത ഭാഗം കഴുകുകയും മുറിവിന് മുകളിൽ കെട്ട് ഉണ്ടെങ്കിൽ അതിനു മുകളിൽ വെള്ളം കൊണ്ട് തടവി വുളൂ പൂർത്തിയാക്കുക. അപ്പൊ ഇതുപോലെയാണ് തയമ്മുമിന്റെ രൂപം. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് മുറിവുള്ള ആളുടെ തയമ്മും ചെയ്യുന്ന രീതിയാണ്. ഇനി നോക്കൂ, തദ്രീബാത്തിലെ 5ാമത്തെ പ്രവർത്തനം നക്തുബുൽ മസ്അല. ഇവിടെ കൊടുത്തിരിക്കുന്നതിന്റെ മസ്അല എഴുതാനുള്ളതാണ്. നോക്കൂ, 1. ശരീരത്തിൽ വെള്ളം തൊട്ടാൽ രോഗമുണ്ടാവുമെന്ന് വിശ്വസ്തനായ ഡോക്ടർ പറഞ്ഞു. നിസ്കരിക്കാൻ എന്തു ചെയ്യും? അപ്പൊ അതിന്റെ മസ്അലയാണ് നമ്മൾ എഴുതേണ്ടത്. നോക്കൂ, നിസ്കാരത്തിന്റെ സമയം പ്രവേശിച്ചാൽ തയമ്മും ചെയ്ത് നിസ്കരിക്കണം. 2. കൈയിന്മേൽ നനയ്ക്കാൻ പാടില്ലാത്ത മുറിവുള്ളവൻ എങ്ങനെ ശുദ്ധി വരുത്തണം? അപ്പൊ അതിന്റെ മസ്അല നോക്കൂ, വുളൂ ചെയ്തു തുടങ്ങുക.
കയ്യിലെ മുറിവിനു വേണ്ടി തയമ്മും ചെയ്ത് മുറിവില്ലാത്ത ഭാഗങ്ങൾ കഴുകി വുളൂഅ് പൂർത്തിയാക്കി നിസ്കരിക്കുക. അടുത്തത് നോക്കൂ. 3. കുളിക്ക് പകരം തയമ്മും ചെയ്യുന്നവൻ എത്ര തയമ്മും ചെയ്യണം? അതിന്റെ മസ്അല, ഒരു തയമ്മും ചെയ്താൽ മതിയാകും. ഇതോടു കൂടിയിട്ട് ഈ പാഠവും ഈ പാഠത്തിന്റെ തദ്രീബാത്ത് വർക്കുകളും കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ പാഠവും ഈ പാഠത്തിന്റെ തദ്രീബാത്ത് വർക്കുകളും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്തൊരു സബ്ജക്റ്റിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.